വാർത്തകളിലേക്ക് ശ്രീ സജിത് കുമാർ, ഏത് മേഖലകളിലേക്കൊക്കെയാണ് കൂടുതലായും നിക്ഷേപം എത്തുക? ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കൊക്കെ നിക്ഷേപവുമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ വരുമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ മറ്റ് രാജ്യങ്ങളിൽ മുതലിറക്കുമായിരുന്ന, എന്നാൽ അവിടങ്ങളിലെ രാഷ്ട്രീയ അവസ്ഥ ഒട്ടും നല്ലതല്ലാത്തത് കൊണ്ട് നമ്മളിലേക്ക് കൂടെ എത്തിച്ചേരാമെന്നൊക്കെ കണക്കാക്കുന്ന വലിയ കമ്പനികൾ, അതുപോലെ തന്നെ വ്യക്തികൾ, ഇൻഡിവിജ്വൽസ്, ഇവർക്ക് നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകതരം രാഷ്ട്രീയാവസ്ഥ കൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള സമ്മതം പൂർണ്ണമായും ഉണ്ടാകുമോ? നമ്മൾ പ്രതീക്ഷിക്കും വിധത്തിലുള്ളൊരു വരവ് ആ കാരണങ്ങൾ കൊണ്ട് ഇവിടേക്ക് ഉണ്ടാകും എന്ന് കാണുന്നത് ശരിയായിരിക്കുമോ? ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ നിക്ഷേപങ്ങൾ വരുന്നത് ഇന്ത്യയിൽ പൊളിറ്റിക്സ് ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ പോളിസികൾക്ക് അങ്ങനെ അധികം ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള പോളിസികൾ തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ, അത് തന്നെ ശരിക്കും പറഞ്ഞാൽ വിദേശ നിക്ഷേപകർക്ക് ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്. ഇപ്പൊ 11ാം പഞ്ചവത്സര പദ്ധതിയും 12ാം പഞ്ചവത്സര പദ്ധതിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 11ാം പഞ്ചവത്സര പദ്ധതിയിനേക്കാൾ ഡബിൾ ആയിട്ടുള്ള ഒരു നിക്ഷേപ സാധ്യതകളാണ് 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഗവൺമെന്റ് തന്നെ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഓരോ സിസ്റ്റം, ഇപ്പോ ഈ NRIസിന് ഉപരി ഇപ്പൊ ഗൾഫ് മേഖലകളിൽ നിന്നൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടുത്തെ ഇൻഡിവിജ്വൽ ആസ് ഗുഡ് ആസ് NRI പോലെ തന്നെ ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ നിക്ഷേപങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിക്ഷേപങ്ങൾക്കും നേരിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ്. അത് FPI എന്ന് പറയും, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ആയിട്ടും അതുപോലെ തന്നെ കോർപ്പറേറ്റിനെ സംബന്ധിച്ചിട്ടാണ് നേരിട്ടുള്ള ആ ഇൻവെസ്റ്റ്മെന്റിനുള്ള സാധ്യതകൾ നമ്മൾ ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് തന്നെ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു നേട്ടം ഇന്ത്യക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഇന്ത്യൻ ഓഹരി വിപണിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിദേശ നിക്ഷേപങ്ങൾക്ക് FISന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഏകദേശം 25% റിട്ടേൺ ആണ് ഈ ഇന്ത്യൻ ഓഹരി വിപണികളിൽ നിന്ന് വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ റിയൽ GDP ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു 9-10ഓളം സെക്ടറുകൾ ഇവ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മിഡിൽ ഈസ്റ്റ് GCC തന്നെ നിക്ഷേപങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ FDI പോളിസികൾ ലിബറലൈസ് ചെയ്യുന്നത് അത് ഈ പറഞ്ഞ 26%, 49%, 51%, 100% വരെ നിക്ഷേപത്തിനുള്ള ഒരു സാധ്യതകൾ നമ്മുടെ ഗവൺമെന്റ് വിദേശ നിക്ഷേപകർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് NRIs കൂടുതൽ ഇതിനൊക്കെ കൂടുതൽ ഈ ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ NRIs മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിദേശ നിക്ഷേപകർ, അത് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിലും കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു ഫോക്കസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിഫറെന്റ് സെക്ടറുകളിൽ ഈ പഞ്ചവത്സര പദ്ധതികൾ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തെ ഒരു നിയർലി 4 times വരെ റിട്ടേൺ കൊടുക്കാവുന്ന ആ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപങ്ങൾ വളരെ പഠിച്ച ആ ഒരു നല്ല രീതിയിൽ മാത്രമാണ് വിദേശ നിക്ഷേപകർ നിക്ഷേപിച്ചു വരുന്നത്. അത് തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമായിട്ടും വരുന്നുണ്ട്. വളരെ നന്ദി ശ്രീ സജിത് കുമാർ. അവസാനമായി ശ്രീ ആസാദ് മൂപ്പൻ, ഈ ഇൻഡിവിജ്വൽസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരുടെ ആ രാജ്യങ്ങളിലെ സർക്കാരുകൾ, അവരുടെ കമ്പനികൾ, അത് അങ്ങേയറ്റം സുസ്ഥിരമായ നിക്ഷേപമായിരിക്കും. സ്വാഭാവികമായും രാജ്യത്തേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ നാട്ടിന് മൊത്തത്തിൽ തന്നെ ഗുണം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള നല്ല സുസ്ഥിരമായിട്ടുള്ള കമ്പനികളുടെ സർക്കാർ സംവിധാനങ്ങളുടെ പദ്ധതികളുടെ വരവ് എത്രമേൽ പ്രതീക്ഷിക്കാം നമുക്ക്? ദിസ് വിൽ ബി വളരെ ഡിപ്പെൻഡന്റ് ഓൺ നമ്മളിപ്പോ ഈ റെഡ് ടേപ്പ് അല്ല റെഡ് കാർപ്പറ്റ് ആണെന്നൊക്കെ പ്രൈം മിനിസ്റ്റർ റീസെന്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി കമ്മിങ്. നമ്മളിപ്പോ സാധാരണ കാണുന്ന സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ ഒരു ജനവാതിൽ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ ജനൽ കാണുക എന്നുള്ളതാണ്. ഒരു സീരീസ് ഓഫ് സിംഗിൾ വിൻഡോസ് ആണ് കാണുക, ഒന്നിച്ച് കുറെ ജനൽ കാണുന്നില്ലെങ്കിലും. അപ്പൊ അത് മാറി ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസും റെഡ് കാർപ്പറ്റും വന്നു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ്സും അതേമാതിരി ഈ പുറത്തു നിന്നുള്ള കമ്പനീസും ഇൻഡിവിജ്വൽസും ഒക്കെ തന്നെ ഇന്ത്യ വലിയൊരു ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് കേരളത്തിലായാലും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലായാലും ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈവൻ ഇൻ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ പോർട്സിന്റെ കാര്യത്തിലോ എയർപോർട്ടിന്റെ കാര്യത്തിലോ ഒക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഇപ്പോൾ വേറെ ഇൻഡസ്ട്രീസിലല്ല. അതാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ ഒരു ശരിക്കുള്ള ഇങ്ങനത്തെ ക്ലിയറൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈവൻ അറ്റ് വെരി ലോ റിട്ടേൺ ഓഫ് സേ 5% ഓർ ഈവൻ അതിലും താഴെ, കാരണം ഇവിടൊക്കെ ബാങ്കിലെ ആൾക്കാർ പൊതുവെ പലിശക്ക് പണം ഇടാറില്ല.
ഇനി അങ്ങനെ എത്തി കഴിഞ്ഞാൽ തന്നെ 1-2% ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഇൻട്രസ്റ്റ് റിട്ടേൺ കിട്ടുന്നത്. അപ്പൊ അതിന് പകരം ഈവൻ 5% അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ ഉള്ള ഒരു റിട്ടേൺ കിട്ടുന്നുള്ളൊരു ഗ്യാരണ്ടി ഗവൺമെന്റ് ലെവലിലൊക്കെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിലോട്ട് നമുക്ക് പണം കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക് ഫൈനാൻസ് ഒക്കെ അത് വരാനുള്ള ഒരു സാധ്യത നമ്മൾ മുമ്പ് കണ്ടിരുന്നു. അതൊക്കെ വന്നുകൊണ്ട് ആ ഒരു റൂട്ടും കൂടി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, ഒരുപാട് എമൗണ്ട്സ് ഇന്ത്യയിലോട്ട് ഒഴുകാനുള്ള വലിയൊരു സാധ്യത ഉണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ആസാദ് മൂപ്പൻ, അടുത്ത ദിവസം സുഷമ സ്വരാജ് ബഹ്റിനിലേക്ക് വരുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ സന്ദർശനങ്ങളിൽ ഒന്നാണ് സുഷമ സ്വരാജിൻ്റെ ബഹ്റിനിലേക്കുള്ള വരവ്. അവിടെ വ്യവസായ ഉന്നതരുമായും സർക്കാർ പ്രതിനിധികളുമായും ഒക്കെ അവർ സംസാരിക്കുകയും കാണുകയും കൂടിക്കാഴ്ചകളും ചർച്ചകളും മറ്റും നടത്തുകയും ചെയ്യും. എത്രത്തോളം പ്രതീക്ഷയുണ്ട് അവിടെയുള്ള ലോകത്തിന്, ഗൾഫ് ലോകത്തിന് ഇന്ത്യൻ സർക്കാരിൻ്റെ പുതിയ ഇത്തരം നീക്കങ്ങളിൽ? ഡെഫിനറ്റ്ലി ഇപ്പൊ അതൊരു മെസ്സേജ് ഗവൺമെന്റ് വളരെ സീനിയർ ലെവലിൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും ആ ഒരു ഫ്രണ്ട്ഷിപ്പും അതിന്റെ കൂടെ ഇൻവെസ്റ്റ്മെന്റിനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ബഹ്റൈൻ ചെറിയൊരു നാടാണ്. ബഹ്റൈനിന് എത്രമാത്രം പുറത്തോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും ആ രാജ്യത്തിന് എന്നുള്ളത് എനിക്ക് അത്ര അറിയില്ല. ബട്ട് ദർ ആർ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഇപ്പൊ സൗദി അറേബ്യയോ അല്ലാന്നുണ്ടെങ്കിൽ UAEയോ അല്ലാന്നുണ്ടെങ്കിൽ ഖത്തറോ മാതിരിയുള്ള രാജ്യങ്ങള് ഇതിനുള്ള ചാൻസ് നോക്കി നടക്കുന്ന രാജ്യങ്ങളാണ്. അവര് ഗവൺമെന്റ് ആയാലും അവിടുത്തെ കമ്പനീസ് ആയാലും അവിടുത്തെ NRIs ആയാലും. അപ്പോ ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ മറ്റു സ്ഥലങ്ങളും കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശ്രമം GCC കേന്ദ്രീകരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഐ എം ഷുവർ ദാറ്റ് വൺ ഇറ്റ് സെൻസ് എ മെസ്സേജ് ദാറ്റ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത്രയധികം ഇന്ത്യക്കാരുള്ള ഒരു റീജിയനിലെ ഗവൺമെന്റ് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഇൻവെസ്റ്റ്മെന്റും ബാക്കിയുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ ഉണ്ടായിരുന്ന കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഈ ഗവൺമെന്റിനുള്ള ആ ഒരു ആകാംക്ഷയും അതിലുള്ള ആഗ്രഹവും കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി റിയലി ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. വളരെ വളരെ നന്ദി ശ്രീ ആസാദ് മൂപ്പൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ സജിത് കുമാർ വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ G. വിജയരാഘവനും നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.